ഡാ മനു, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ, അവളിങ്ങി വരുവന്നേ. നിനക്കറിയില്ല എൻ്റെ അവസ്ഥ. ഞാനിവിടെ മുള്ളേ നിൽക്കുക. ഇന്നലെ അവിടെ വീട്ടിലായിരുന്നു, ഉഗ്രം വഴക്കായിരുന്നു. അവളുടെ ഫോണും പോയി. എന്താണെന്ന് വിളിക്കാനായിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലാസ്റ്റ് വിളിച്ചപ്പോഴാണ് ഇറങ്ങി വരുവാന്ന് പറഞ്ഞു. പിന്നീട് ഒരു വിവരവും ഇല്ല. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല. എന്തോ ഒരു പിടിയില്ലടി. എടാ, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. അവളിങ്ങി വരും. നീ ആഗ്രഹിച്ച പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നടന്നാ മതിയായിരുന്നു. ഹലോ, ഇപ്പൊ വന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? തൻ്റെ വാക്കും കേട്ടില്ല. ഞാൻ എല്ലാം പ്ലാൻ ചെയ്തത്. അതങ്ങനെ ശരിയാവും? ഈ അവസാന നിമിഷം വന്ന് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? 2 ദിവസവും അതുവരെ ഞാനും ചെയ്യാനാ? ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനാ? ഞാനവിടെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ? അതൊന്നും നടക്കുന്ന കേസല്ല. ഒരു കാര്യം ചെയ്യ്, താൻ ഫോൺ കെട്ടി, ഞാൻ എന്തേലും ചെയ്യാം. കട്ടി വെക്ക്. ഡാ, നീ ഒന്ന് സമാധാനപ്പെട്. എന്താ കാര്യം? എന്ത് പറ്റി? ആ പരനാരൻ നായിടുവേ അവസാന നിമിഷം കാല് മാറിക്കളഞ്ഞു. 2 ദിവസം അവളെ ഞാൻ എൻ്റെ കൂടെ നിർത്തണമെന്ന്. നീയിപ്പോൾ എന്തോ ചെയ്യും? അതിനെന്താ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. 2 ദിവസമല്ലേ ഉള്ളൂ. അതെങ്ങനെ ശരിയോടി പോത്തെ? നമുക്ക് വരുന്ന ഓർഡർ അനുസരിച്ചുള്ള പെണ്ണിനെ കൊണ്ട് കൊടുക്കുക എന്നുള്ള പണിയേ നമുക്കുള്ളു. അതിൽ കവിഞ്ഞ് നമ്മുടെ ഒരു വിരലങ്ങാണ് അതിനകത്ത് വെട്ട് കഴിഞ്ഞാണ്ടല്ലോ, എൻ്റെ ഈ കഴുത്തിന് മേൽ തല കാണില്ല. ഇതൊന്നും നിനക്കറിയാത്ത കാര്യമാണോ? ഓ, അങ്ങനെ ഒരു റിസ്ക് ഉണ്ടല്ലേ? അത് മാത്രമല്ല, എത്രയും വേഗം ആളെ പാർട്ടി കൈമാറുന്നുണ്ടാ ഇത്രയും നാൾ നമുക്കെതിരെ തെളിവൊന്നും ഇല്ലാത്തത്. അല്ലാത്ത എല്ലാം റിസ്കാ. ടെൻഷൻ അടിക്കാതിരിക്കേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ടെൻഷൻ അടിക്കുന്ന ഞാനല്ലേ? എനിക്കതല്ല ഡൗട്ട്. ഈ ദൃശ്യ ആളൊരു കെയർഫുൾ ആയിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഈ ബന്ധം വീട്ടിലറിഞ്ഞു? അതുമല്ല, സാധാരണ നമ്മളാണല്ലോ വീട്ടിൽ പറയാറ്. അതാ എനിക്കും അറിയാത്തത്. അവളുടെ വീട്ടിൽ എന്തോ പെട്ടെന്നൊരു മറിമായം നടന്നു. നമ്മളറിയിച്ചായിരുന്നെങ്കിൽ നമുക്കെല്ലാം പ്ലാൻ ചെയ്യാൻ സമയം കിട്ടിയേനെ. ഇതിപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി. ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇനി അവൾക്ക് നിന്നെ സംശയം വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നു മോളെ, ഈ മനു ചെയ്യുന്ന ആദ്യത്തെ ഡീലൊന്നുമില്ലത്. ഇവളൊന്നും അല്ല. ഇവളെക്കാൾ വലിയവൾ വന്നാലും ഒരുത്തനും പൊക്കൂല. പിന്നെ എന്ത് ധൈര്യത്തിലാടാ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്? അയ്യോ, നീ പേടിക്കണ്ട മുത്തേ. നീ എൻ്റെ ചങ്കല്ലേ, നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യൂ? അല്ലേലും നിന്നെ ഏത് പട്ടിച്ചാത്തന് വേണം? വിൽക്കാൻ പറ്റിയ ഒരു സാധനം. ഒന്ന് പോടാ ഓടി. എവിടെയായിരുന്നു മോളെ? ഞാൻ പേടിച്ചു പോയി. എന്തിനാ കരയുന്നേ? നിനക്കെന്താ? നീ മിണ്ടരുത്. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണാണെന്ന് മറ്റുള്ളവര് പറയുന്നത് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും മനു, നീ എന്നോട് എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുക. നിന്നെ പോലെ കാശിന് വിലയില്ലാത്ത ഒരുത്തിയെ ജീവിതകാലം മുഴുവൻ ചെലവിനെ കൂടെ പൊറപ്പിക്കും മനു എന്ന് കരുതിയ. നിന്റെ ആഗ്രഹം കൊള്ളാം.
ബാ മോള് ബാ എണീക്ക്. എന്താ മനു ഇവിടെ പ്രശ്നം? അത് ഹരിയേട്ടാ, ഞങ്ങൾ ചുമ്മാ വെറുതെ. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉള്ളിടത്തോളം കാലം ഇത് എന്റെ കോളേജാണ്. മോനെ ഇല്ല ഇനിയില്ല. ഏയ് ഡോ ഡോ നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? കഷ്ടം തന്നെ. നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? നിങ്ങൾക്കൊക്കെ അവനെ ഈ പി ജിക്ക് വന്ന കാലം മുതലേ അറിയുള്ളൂ. അവനെ പണ്ട് മുതലേ അറിയാം. നിങ്ങളെ കാണുന്നത്ര നല്ലവനോ സമാധാനപ്രിയനോ അല്ലവൻ. എനിക്കവനെ നന്നായിട്ട് അറിയാം. ഓ ഒന്ന് പോടാ, അവനാരാ ഭാഷയോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മണ്ണുചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി. ഈ മനു അവളെ കൊടുക്കാന്ന് പറഞ്ഞാ കൊടുത്തിരിക്കും. അതിനൊന്നും ഈ അരിയട്ടം വളർന്നിട്ടില്ല നമ്മളെ തടയാനായിട്ട്. ആ നീ വാ, നമുക്കിനി പ്ലാൻ ബി നോക്കാം. ആ എഴുന്നേക്കണ്ട, ഞാൻ സിസ്റ്ററെ വിളിക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വല്ല ക്ഷീണവും ബുദ്ധിമുട്ടും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിക്കാത്തോണ്ടുള്ള ബുദ്ധിമുട്ടാ കേട്ടോ. ഫുഡ് നല്ലോണം കഴിച്ചാൽ മതി. ക്ഷീണമൊന്നുമില്ലെങ്കിൽ ഇനി പോകാം. ഫുഡ് മേടിച്ചു കൊടുക്കുക, ട്രിപ്പ് കഴിയുമ്പോൾ പോകാം കേട്ടോ. എന്നാലും അവൻ എന്നെ പറ്റിച്ചല്ലോ. അവനെ പറ്റി പുറത്തൊന്ന് അന്വേഷിച്ചായിരുന്നെങ്കിലോ ഇപ്പോൾ ഇങ്ങനെ കരയേണ്ടി വരത്തില്ലായിരുന്നു. ഡോ താൻ കരയാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും നടന്നത് നടന്നു. അവൻ്റെ ഇന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിക്കും. ഇനിയിപ്പം ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അതൊക്കെ പോട്ടെ, ഞാൻ ഹരികൃഷ്ണൻ തൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്. അറിയാം, ചേട്ടനെ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ കോളേജിൽ. തൻ്റെ വീട് എവിടാ പറഞ്ഞാൽ ഞാൻ കൊണ്ടാക്കാം. ചേട്ടാ പ്ലീസ് എന്നെ അങ്ങോട്ട് വിടരുത്. എനിക്കിവിടെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാൻ അവളെ വിളിച്ചിട്ട് അവിടെ അടുത്തേക്ക് പോയിക്കോളാം. എന്നാൽ താൻ ഫുഡ് കഴിക്കുക, പുറത്തേക്ക് ഇറങ്ങി വിളിക്കാം നമുക്ക്. ഡോ താനിത് ഏത് ലോകത്താ? താൻ ആദ്യം കൂട്ടുകാരെ വിളിച്ച് സെറ്റ് ചെയ്യ്, എന്നിട്ട് നമുക്ക് പോവാം. ഹലോ ഹലോ, നീ ഇതെവിടാടി? നീ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് നീ ടെൻഷൻ ആവരുത്. സത്യം എല്ലാവർക്കും അറിയാം. എന്നാൽ നിന്നെ പറ്റി ഇപ്പോൾ കോളേജിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. എന്താടി നീ കാര്യം പറ. അത് പിന്നെ നിന്നെ മനുവിന്റെ കൂട്ടുകാരൻ എവിടെ മോശപ്പെട്ട സ്ഥലത്ത് കണ്ടെന്ന്. നീ ക്യാഷ് വാങ്ങി ആരുടെ കൂടെ പോയെന്നും
അത് മാത്രമല്ല നിന്റേതെന്നും പറഞ്ഞൊരു വീഡിയോയും കോളേജിൽ അതിന് ഞാൻ എന്റെ എന്ത് വീഡിയോ? കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ഞാനല്ലെന്ന്? എടി അതിന് ആ വീഡിയോയിലുള്ള പെൺകുട്ടിയുടെ മുഖം കാണുന്നില്ല, പക്ഷെ നിന്റെ ഫോട്ടോ അവന്മാർ ആ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. നീ ഏതായാലും ഫോൺ നമ്പർ മാറ്റിക്കോ, അതായിരിക്കും നല്ലത്. ഡേ, ഞാനിനി എന്ത് ചെയ്യും? എന്റെ വീട്ടിലും പറ്റത്തില്ല, നിന്റെ വീട്ടിലും പറ്റത്തില്ല ഇനി. ശരിയടി, ഞാൻ വിളിക്കാം. താൻ വിഷമിക്കണ്ട, ഞാൻ പറയുന്ന കേക്ക്. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. താൻ വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം, ഒരു പ്രശ്നവും തനിക്കുണ്ടായില്ല. താൻ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റെടൂ. താനെന്താ മിണ്ടാത്തത്? എന്ത് പണിയാണ് നീ കാണിച്ചത്? ബാക്കിയുള്ളവന് ജോലി ഉണ്ടാക്കാനായിട്ട്. ആർക്കും എന്നെ തല്ലാമല്ലോ, ആർക്കും വേണ്ടാത്തവൾ. സ്നേഹിച്ചെന്ന് കരുതിയവരെല്ലാം എന്നെ തല്ലി. ഇനി ചേട്ടനും കൂടി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. എന്തിനാ ചേട്ടാ എന്നെ പോലൊരു ജന്മം? താൻ എന്തിനാണോ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത്? തനിക്കെന്താ ശരിക്കും പ്രശ്നം? തനിക്കെന്താ വീട്ടിൽ പോയാൽ? എന്നെ വിശ്വാസമുണ്ടേ താൻ എന്നോട് പറ. എന്തിനാ പറഞ്ഞിട്ട് ഇനി തല്ലാനോ? താൻ ക്ഷമിക്കടോ, താൻ വാ. ദിവാകരച്ഛനും അനിയനും വന്നതിൽ പിന്നെ വീട്ടിൽ ഞാൻ ആരും അല്ലാതെയായി. സ്വന്തം അമ്മയ്ക്ക് പോലും ഞാൻ വെറുമൊരു വേലക്കാരിയായി മാറി. വെറുമൊരു വേലക്കാരി. നീ കഴിച്ച പാത്രം നിനക്കെന്താ കഴുകി വെച്ചാല്? നിന്റെ എച്ചിപ്പാത്രം കഴുകി വെക്കാൻ ഞാൻ എന്താ നിന്റെ വേലക്കാരിയോ? നീ പാത്രം കഴിയല്ലേ? ഇതോട് കഴിയച്ചല്ലേ നിനക്ക്? നീ കരുകുന്നിടത്ത് പാത്രം കൊണ്ട് തന്നില്ലേ? മോ പോയിക്കോ, ചേച്ചി കഴിക്കോളൂ. ഞാൻ അമ്മയുടെ സ്വന്തം മോളല്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ? നീ പെണ്ണെ, നീ കൂടുതലൊക്കെ നെഹളിക്കല്ലേ? നീ വല്ലവന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടോളാ. അവന് രാങ്കച്ചല്ലേ, അവനെ കൊണ്ടാണോ പാത്രം തേച്ച് കഴിക്കുന്നത്? ആണായാലും പെണ്ണായാലും രണ്ടും മനുഷ്യരാണ്. ആണിന് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു കൊടുക്കലല്ല പെണ്ണിന്റെ ജീവിതം. ടി വി കാണുന്ന വർത്താനം കണ്ടിട്ടേ നീ ഈ വീട്ടിൽ ചലച്ചാലുണ്ടല്ലോ, നിന്റെ പുറത്ത് ചൂലും കെട്ട് കയറും. മര്യാദയ്ക്ക് പാത്രമെല്ലാം തേച്ച് കഴിയിട്ട് പോയി ബാത്റൂം ക്ലീൻ ചെയ്യണം. എന്താ ഇവിടെ അമ്മയും മോളും തമ്മിലൊരു ബഹളം? അവക്ക് വീട്ടു ജോലിയൊന്നും ചെയ്യാൻ വയ്യാന്ന്. ആണിനും പെണ്ണിനും തുല്യത വേണമെന്ന് പോലും. ഓ, ഫെമിനിസം. ഇവിടെ ഞങ്ങളുടെ ചെലവ് കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം. അതുകൊണ്ട് മോള് അമ്മ പറയുന്നതെല്ലാം മിണ്ടാതെ അനുസരിക്കും. എന്റെ വിഷമങ്ങളെല്ലാം ചേട്ടന് വെറും തമാശയാണല്ലോ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ള ചേട്ടന് എന്റെ വിഷമങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാനൊരു തമാശയ്ക്ക് തന്നോട് പറഞ്ഞു എന്ന് മാത്രം. എപ്പോഴാ തമാശ പറയേണ്ടതെന്ന് പോലും ചേട്ടന് അറിയില്ല. അല്ലേലും ഞാനിതൊക്കെ എന്തിനാ ചേട്ടനോട് പറയുന്നത്? എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്. ഞാൻ പോയിക്കോളാം. ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. എങ്ങോട്ട് പോവാൻ? എവിടെയെങ്കിലും പോയി ചാകാനായിരിക്കും. അല്ലെങ്കിലും അല്പം കരുണ കാണിച്ചെന്ന് കരുതി തല കയറി നിരങ്ങുന്നു. താൻ മര്യാദയ്ക്ക് വന്ന് വണ്ടിയെ കയറിയേ. എവിടെ വായി നോക്കിയിരിക്കുക? നീ പ്രത്യേകം പറയണോ വന്ന് വണ്ടിയെ കയറാൻ? കയറി കയറ്. പേടിച്ചു പോയോ? അല്ല, പേര് പറഞ്ഞില്ലല്ലോ. അതിന് എന്നോടാരും പേര് ചോദിച്ചില്ലല്ലോ. അങ്ങനെ. എന്താ ഭവതിയുടെ പേര്? ദൃശ്യ. ദൃശ്യ. ഞാൻ ഹരി. തൻ്റെ അച്ഛനെ തനിക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ബാങ്കിന്റെ ആവശ്യത്തിനായി ഹെഡ് ഓഫീസിൽ പോയി മടങ്ങി വരുന്ന വഴിക്ക് ഏതോ ഒരു വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ടുപോയി. ഇന്നും ആ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. 11/2/2010 ആലപ്പുഴയിൽ വെച്ച് രാത്രി ഒരു 10 മണി കഴിഞ്ഞാണ് എനിക്കെല്ലാം നഷ്ടമായത്. എന്നാ ആ ഡേറ്റ് എന്നോട് പറഞ്ഞേ. 11/2/2010. തൻ്റെ സംരക്ഷണത്തിന് ഈ വീടാ ഇനി നല്ലത്. ഇനിയുള്ള കാലം താൻ ഇവിടെ നിന്നാൽ മതി.
വാ. ഇതെൻ്റെ ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കാറുള്ള. തനിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. തനിക്കൊരു കുറവുണ്ടാവില്ല. ആഹാ, ഹരിമോനോ? ആ ഹരിയോ? നിങ്ങളെ ഒരു കാര്യമുണ്ട്. എന്താ ഹരി? ഒന്ന് വന്നേ. എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് കയറിപ്പോ. ഡീ, മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. ശരി ഏട്ടാ. വാ മോളെ, വാ, മടിച്ചു നിക്കണ്ട. ചെല്ല്. വാ. എന്നാ ഇത് കുടിക്കും മോളെ. മോളെ, മോള് പറഞ്ഞ അങ്കിളിന് മനസ്സിലായി. പക്ഷെ മോളെ, ഒട്ടുമിക്ക വീടുകളിലും ഇതൊക്കെ നടക്കുന്നതല്ലേ. വളരുന്ന കാലത്ത് തന്നെ നീ പെണ്ണാണ്, നിനക്കിത്രയും സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് വളർത്തുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അതവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോഴവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിർത്തേണ്ടത് നിങ്ങളുടെ കടമയല്ലേ. പകരമെല്ലാം ഉപേക്ഷിച്ചാൽ ശരിയാവുമോ മോളെ? പിന്നെ അച്ഛൻ രണ്ടാമനായാലും മോളുടെ അമ്മ തന്നെയല്ലേ അവിടെ ഉള്ളത്. ആ കൊച്ചിനെ കരയിപ്പിച്ചേ ഇങ്ങനെ അടങ്ങൂ. അയ്യോ മോളെ, കരയാതെ. അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോളെ, സങ്കടപ്പെടാതിരിക്ക്. എന്താ സംഭവിച്ചത്? അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. മോള് സങ്കടപ്പെടാതെ, ആന്റി ഉണ്ട് കൂടെ. എന്നാലും എൻ്റെ പൊന്നു മോളെ, ഒരു രണ്ടാം കെട്ടുകാരനെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ച നിന്റെ അമ്മയെ സമ്മതിക്കണം. നീ മോൾക്ക് മുറി കാണിച്ചു കൊടുക്ക്. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചെല്ലു മോളെ. ആ മോളെ. ആ, എഴുന്നേറ്റായിരുന്നു. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, ഗുഡ് മോർണിംഗ്. ആളങ്ങ് ഉഷാറായല്ലോ. വാ മോളെ, ചായ കുടിക്കാം. ആന്റി, എന്താ മോളെ, എന്തു പറ്റി? അത് എൻ്റെ അമ്മയൊരു മോശം സ്ത്രീ അല്ല. പക്ഷെ അമ്മയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ മോളെ, എന്താ? അത് എൻ്റെ അമ്മയെ നിയന്ത്രിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും മറ്റൊരാളാണ്. പറഞ്ഞു മനസ്സിലാക്കാൻ പലതവണ നോക്കി ഞാനും അച്ഛനും. പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം അയാളുടെ പിടിയിലായി. ആരാണ് അയാൾ? വൈകുണ്ഠാനന്ദ സ്വാമികൾ. മഹാവിഷ്ണുവാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഒരുത്തൻ. ഓ, അറിയാം. അയാൾ വലിയ മനുഷ്യനല്ലേ? വലിയ മനുഷ്യൻ. ആ വലിയ മനുഷ്യനിലും ഒരു ചെറിയ മനുഷ്യനുണ്ട്. ഇന്നത്തെ സ്വാമിയുടെ ദർശനം കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രത്യേക പാസ് ഉള്ളവർക്ക് മാത്രം സ്വാമിയെ ദർശിക്കാം. മറ്റുള്ളവർക്കെല്ലാം അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം.
പറയൂ മകനെ, നിന്റെ മനോക്ലേശങ്ങളെല്ലാം ഈ ദൈവം നോക്കിക്കൊള്ളാം. ഞാനൊരു വിവാഹം കഴിച്ചു സ്വാമി. അതാണോ നിന്റെ പ്രശ്നം? അതുതന്നെയാണ് സ്വാമി. ഉം. സ്വാമി എല്ലാം മനക്കണ്ണിൽ കണ്ടല്ലോ. ഉം. ഉം. അവൾ എനിക്കൊരു സമാധാനവും തരുന്നില്ല സ്വാമി. അവൾക്ക് ജോലിക്ക് പോകണമെന്നുള്ള വാശിയാണിപ്പോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നത്. എന്നിട്ടും അവൾക്ക് വാശിയാ. സ്വാമി എന്നെ സഹായിക്കണം, എനിക്ക് വേറൊരു വഴിയില്ല. ആ മകളെ സ്വാമിയുടെ സന്നിധിയിൽ എത്തിക്കൂ മകനെ. സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നേർവഴി കാണിക്കാം. അവൾ വരില്ല ദൈവമേ. ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. സ്വാമിജി സഹായിക്കണം. എന്താണിത്ര തീരുമാനിക്കാനുള്ളത്? സ്ത്രീകൾക്കെന്തിനാണ് ജോലി? നിന്നെയും നിന്റെ വീട്ടുകാരെയും നോക്കുക എന്നതാണ് അവളുടെ പ്രധാന ജോലി. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെക്കുന്നവളാണ് ഭാര്യ. അതല്ലാതെ പുറത്തിറങ്ങി പണം സമ്പാദിക്കുന്നവളല്ല. ആണ് കുടുംബം പോറ്റണം, പെണ്ണ് അവന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം. അതാണ് ദൈവഹിതം. ആ മകളെ സ്വാമിജിയുടെ മുന്നിലെത്തിക്കാനുള്ള വഴി കാണൂ മകനെ. എന്തായാലും നമുക്ക് ദർശനം കിട്ടുമല്ലോ. ഇങ്ങോട്ട് വാടി. ഇവിടെ ഇരിക്കടി. സ്വാമിജി, ഈ കൊച്ചിന് എന്തിനും ഏതിനും ദേഷ്യമാണ്. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. രക്ഷിക്കണം ദൈവമേ. നീ വിഷമിക്കണ്ട മകളെ. ഇവൾ ദൈവചൈതന്യമുള്ളവളാണ്. ദൈവസന്നിധിയിലെത്തിയില്ലേ? ഇനി എല്ലാം ഈ ദൈവം നോക്കിക്കൊള്ളാം. വരൂ. വരൂ മകളെ. കേട്ടില്ലേ? മകളെ, നിങ്ങളിപ്പോൾ മടങ്ങുക. ഉടൻ തന്നെ നിങ്ങളെ തേടി ഒരു ശുഭവാർത്തയെത്തും. എടി, ഒന്ന് വേഗം വാ. എന്താ കാര്യം പറ. ശങ്കരസ്വാമി വന്നിട്ടുണ്ട്. ശങ്കരസ്വാമികളോ? യോ, അവിടുന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നാം ഈ ഭവനം സന്ദർശിക്കുവാൻ വേണ്ട സമയമായെന്ന് നമ്മുടെ ദൈവം വൈകുണ്ഠസ്വാമി അരുൾ ചെയ്തു. ഞാനിപ്പോ എന്താ തരിക? ഞങ്ങൾ തന്നാൽ അങ്ങ് കഴിക്കുമോ? നമുക്ക് ഒന്നും വേണ്ട. നമ്മെ ഈ ദൈവമേൽപ്പിച്ച ദൗത്യം നടപ്പിലാക്കണം, അത്രമാത്രം. ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ മകളെ ദൈവത്തിന് കന്യാദാനം നൽകണം. ഇനിയുള്ള കാലം അവൾ ദൈവസന്നിധിയിൽ അധിവസിക്കും. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നല്ലതിനു വേണ്ടിയെന്ന് മക്കൾക്കറിയാമല്ലോ. നിങ്ങൾ ആലോചിച്ചൊരു മറുപടി എത്രയും വേഗം സന്നിധിയിൽ അറിയിക്കൂ. അവൾ സന്നിധിയിലെത്തിയാൽ ഈ കുടുംബം എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലായിരിക്കും. നോം വിടവാങ്ങുന്നു. ശരി സ്വാമിജി.
അത് ശരിയാവില്ല. അവൾ നമ്മുടെ മോളല്ലേ. അത് നടക്കില്ല. നീ ഒന്ന് സമാധാനിക്ക്, എന്നിട്ടൊന്ന് ആലോചിക്ക്. ഇതിലും വലിയൊരു ഭാഗ്യം നമ്മുടെ മോക്കിനി വരാനുണ്ടോ? ഇല്ല, എന്നാലത് പറ്റില്ല. അത് ശരിയാവില്ല. ഇന്നത്തെ കാലത്ത് പത്രങ്ങൾ വരുന്നതൊക്കെ നീയും വായിക്കുന്നതല്ലേ? സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരല്ലേ നമുക്ക് ചുറ്റും? എന്ത് വിശ്വാസത്തിലാണ് നമ്മളെടുത്ത് നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുന്നത്? ഇതാവുമ്പോൾ ദൈവസന്നിധിയാ, നമ്മുടെ മോക്ക് സ്വർണ്ണത്തലയെ കഴിച്ച് ജീവിക്കാം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ചെല്ല്, അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. വേഗം ചെല്ല്, നിന്റെ മോളല്ലേ, ചെല്ല്. എടാ ശംഭു, നിനക്ക് നിന്റെ തുണി കഴുകാൻ വയ്യായോ? എന്നാ നിനക്ക് ചെയ്ത് പഠിച്ചാല്? വരുന്ന പെണ്ണിന്റെ കൂടെ തുണി കഴുകി കൊടുക്കേണ്ടതാ. മര്യാദയ്ക്ക് എടുത്തോണ്ട് പോടാ. എന്താ അമ്മേ, വിശക്കുന്നോ? ഇത്തിരി കഞ്ഞി എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. എന്തോ കോലമോ ചെയ്ത്. ആഹാരമൊന്നും കഴിക്കത്തില്ല, എല്ലാം തോലുമായി. നോക്കിക്കേ, തല എണ്ണയും തേക്കത്തില്ല. ബാ, അമ്മച്ചി എണ്ണ തേച്ചു തരാം. തല നിറയെ ഈരും പേരൊക്കെയായി. സൂക്ഷിക്കത്തില്ല കുറച്ച്. എന്തോ പറയാൻ. കൊച്ചേ, നീ എണീറ്റ് പോയി കുളിച്ചിട്ട് വാ. ബാ എണീറ്റ്. എന്റെ മോളിങ്ങി വന്നേ, എന്നിട്ട് ഇതൊന്ന് ഇട്ടോണ്ട് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. ചെല്ല്, മോള് പോയിട്ടോണ്ട് വാ. ആഹാ, സുന്ദരിയായല്ലോ എന്റെ മുത്ത്. കഴിക്കുമോളെ, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമോ? മോളെ, നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നല്ലൊരു ബന്ധുവാ. നീയും ഞങ്ങളും രക്ഷപ്പെടും. അല്ല, മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്ത് പറയാനമ്മേ? മോളെ, സ്വാമിജിയാ. അമ്മയെ പോലെ സ്വാമിജി പറയുന്ന ആളെ കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മോളെ, അങ്ങനെയല്ല, സ്വാമിജിയുടെ പട്ടമഹർഷിയാവണമെന്നാ അമ്മ പറയുന്നത്. ഛേ, അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ എന്നോടിത് പറയാൻ തോന്നി? മോളെ, നീ പറയുന്നത് കേക്ക്. കന്യകയായ മകളെ അദ്ദേഹത്തിന്റെ റാണിയാക്കണമെന്ന് ദൈവം വീടുകേറി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അമ്മേ, അയാൾക്ക് എന്റെ മുത്തശ്ശന്റെ പ്രായമില്ലേ? എങ്ങനെ അമ്മയ്ക്ക് എന്നോടിത് പറയാൻ തോന്നി? ഞാനമ്മയുടെ സ്വന്തം മോളല്ലേ? മോളെ, ദൈവത്തിന് എന്ത് പ്രായമാ? അദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണുവാ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ മോൾക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാ. അത്രയ്ക്ക് ഭാഗ്യമാണെങ്കിൽ അമ്മ കെട്ടിക്കോ. എനിക്ക് ആ ഭാഗ്യം വേണ്ട. ഛീ, അതേ പ്രസംഗി. ഇല്ലാത്ത വാക്കുകൾ പറയും. ദൈവശാപം പിടിച്ച് തലേ വെക്കണ്ട. കന്യാദാനമാണ് ഈശ്വരന് കൊടുക്കേണ്ടത്. മോൾ അമ്മ പറയുന്നത് കേക്ക്. എന്നിട്ട് സമാധാനമായിട്ടൊന്ന് ചിന്തിക്കും. കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ചടങ്ങിന് സംഭവമാണെന്ന് ഞാൻ സന്നിധിയിൽ അറിയിച്ചു. മര്യാദയ്ക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടത്തുമെന്ന് എനിക്കറിയാം.
മോക്ക് മര്യാദയുടെ ഭാഷ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് അവൾ അറിയും. എന്തു പറയുന്നു നിന്റെ മോൾ? നിങ്ങൾ ചെന്ന് ചോദ്യര്, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്കിനി ചോദിക്കാനും പറയാനൊന്നുമില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് സന്നിധിയിൽ നിന്ന് വണ്ടി വരും. ഇവളെ കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ശവം മാത്രമേ അയാൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കാൻ പറ്റൂ. ശവമായിട്ടാണെങ്കിൽ അങ്ങനെ, എന്റെ ദൈവത്തിന് എങ്ങനെയാണെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കും. അമ്മേ, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. നിങ്ങളുടെ ദൈവത്തിന് വേണ്ടത് കന്യകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ശരിയാകും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഞാനത് അമ്മയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞു തരണോ? ഇവനാണ് മനു, എന്റെ ചെറുക്കൻ. ഇവന് ഞാൻ എന്നെ കൊടുത്തു കഴിഞ്ഞു. പിന്നെന്ത് കന്യക? ഒരുപെട്ടവളെ, നീ ഇതിനാണോ കോളേജിൽ പോകുന്നത്? തൊട്ടു പോകരുത് തന്നെ. എന്നെ തല്ലാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര വേദനിക്കാനുള്ളത്? ഏതോ ഒരു കിളവൻ എന്നെ ഇട്ടുകൊടുക്കാൻ തോന്നി നിങ്ങളെ അമ്മയെന്ന് വിളിച്ചതോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ദൈവകോപത്തിന് വഴിയൊരുക്കാൻ നിന്നെ ഇനി നിർത്താൻ പറ്റില്ല. ഇറങ്ങിപ്പോടി. പൊക്കോ, നീ കാത്തിരിക്കുന്ന ഏതാരത്തിനില്ലേ? അവനോട് പൊക്കോ. ഓ, എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കായിരുന്നു അല്ലേ, അഹങ്കാരി. നീ അത് ശരി, അവരെല്ലാം നല്ല ഭക്തരാണല്ലേ? അതെ ആന്റി, അച്ഛനില്ലാതായപ്പോ ഞങ്ങൾക്കിടയിലേക്ക് ഇയാളെ കൊണ്ടുവന്നത് സ്വാമി തന്നെ. സ്വാമി പറഞ്ഞ അമ്മയ്ക്ക് മറുവാക്കില്ല. അത്രയ്ക്ക് തീവ്ര ഭക്തയാണമ്മ. താനെങ്കിലും ഈ ഗിമ്മിക്കിലൊന്നും പെട്ടിട്ടില്ലല്ലോ, മഹാഭാഗ്യം. ഇത്രയും പ്രശ്നത്തിൽ നിന്ന് ഓടിച്ചെന്നത് മറ്റേ ചെന്നായുടെ വായിലേക്കും. ഹരി, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. അതെങ്ങനെ അങ്കിളെ? തമാശ എന്താണെന്നോ കാര്യം എന്താണെന്നോ ഹരിയേട്ടന് അറിയില്ലല്ലോ. മറ്റുള്ളവർക്ക് വെറും തമാശയാണ് എന്റെ ജീവിതം. ഒരേ ദിവസം ഒരുപാട് സ്നേഹിച്ച രണ്ടുപേരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിച്ചു തന്നെ അറിയണം. മോനെ ഹരി. ആന്റി, ഞാൻ മോള് കരയണ്ട, അവനിങ്ങ് വരും. മോളെ, ആ പോയവൻ കൂടെ ഉണ്ടാകും എന്നൊരു വാക്ക് തന്നാൽ സ്വന്തം ജീവൻ കളഞ്ഞു അവൻ കൂടെ നിൽക്കും, തീർച്ച. മോളെ, ഇപ്പോൾ ഇവിടെ നിന്ന് തമാശ പറഞ്ഞ് ഇറങ്ങിപ്പോയവനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിലുമുണ്ട് മറക്കാനാവാത്ത ഭൂതകാലം. അതിന്റെ സങ്കടം മറക്കാനാ അവനിങ്ങനെ തമാശ പറഞ്ഞ് നടക്കുന്നത്. അവന് കരയുമ്പോൾ തനിച്ചിരുന്ന് കരയാനാ ഇഷ്ടം. അങ്കിൾ, ഞാൻ സാരമില്ല മോളെ.
പൊഴിയുമിരാവിൽ മൊഴിമുത്തുകൾ ചിതറി മിഴി നിറയാതെ മൊഴിയിടരാതെ പാടാൻ പറയാൻ കഴിയില്ലെനിക്ക്. വേനൽ മഴയാകും മുകിലേ വേളിക്കനവായി വിരിയും മലരേ. വേനൽ മഴയാകും മുകിലേ വേളിക്കനവായി വിരിയും മലരേ. വേദന മാറ്റും കുളിരേ നിന്നെ വേർപിരിയിൽ ഒരു നാളും ഞാൻ. വേദന മാറ്റും കുളിരേ നിന്നെ വേർപിരിയിൽ ഒരു നാളും ഞാൻ. മഴ പൊഴിയുമിരാവിൽ മൊഴിമുത്തുകൾ ചിതറി മിഴി നിറയാതെ മൊഴിയിടരാതെ പാടാൻ പറയാൻ കഴിയില്ലെനിക്ക്. മഴ പൊഴിയുമിരാവിൽ മൊഴിമുത്തുകൾ ചിതറി മിഴി നിറയാതെ മൊഴിയിടരാതെ പാടാൻ പറയാൻ കഴിയില്ലെനിക്ക്. ആരെ കാണാൻ ഓടുക? ആളങ്ങ് മാറിയല്ലോ. അവളൊരാളെ കാണാനാ ഓടിയത്. അതെയോ? അതെ ഞങ്ങളെ, ഞാൻ നാട്ടിലോട്ടൊന്ന് പോവാ. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ. എടാ മോനെ, നീ പോയിട്ട് വാ. നിന്നെ നോക്കിയിരിക്കുന്നവരല്ലേ ഇവിടെയുള്ളത്. അതെ അതെ. ഡോ, താൻ പേടിക്കണ്ട. തനിക്കൊരു പ്രശ്നം വരില്ല. തനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവും. ആരാ? എന്ത് വേണം? നിങ്ങളോടല്ലേ ചോദിച്ചത്? എൻ്റെ ഒരു പ്രോപ്പർട്ടി അകത്തുണ്ട്, ഞാൻ ഇങ്ങ് എടുത്തോണ്ട് പോയിക്കോട്ടെ. ഒന്ന് മാറി ഇങ്ങോട്ട് വാ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഓ, അമ്മായി ആയിരുന്നല്ലോ ഇവിടെ മെയിൻ സ്വിച്ച്. അമ്മായി ഇപ്പൊ പല്ല് കടിച്ച് തിന്നുവല്ലോ അമ്മായി. ഈ മോളെ, നിനക്ക് എന്താടി ഒരു ഡിമാൻഡ്? ആ മണ്ടറെഡിയോട് പോയി ചാവാൻ പറ. ഇവരാ നിനക്ക് പെർഫെക്റ്റ്. നീ എൻ്റെ പേരും പറഞ്ഞല്ലേ കുറെ രക്ഷപ്പെട്ടത്. ഞാൻ നിന്നെ തൊട്ട് പോലും നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. നമുക്ക് പോവാം. നിനക്ക് പ്രതിമോളിക്കാനാടാ ഇങ്ങനെ കാശ് തരുന്നത്? പോയി പിടിയടാ. കൊണ്ടുപോന്നടാ എന്റെ മോളെ. എന്റെ കയ്യിൽ നിന്ന് വിടടാ. ആരടാ നീയൊക്കെ? ഇറങ്ങടാ വെളിയില്. നിനക്ക് കൊണ്ടടാ, നിനക്കുള്ള തരാടാ.